ഒറ്റപ്പാലം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ CPM BJP ധാരണയെന്ന UDF. BJPക്ക് അധ്യക്ഷ പദവി നഷ്ടപ്പെടുമെന്ന ആശങ്ക മൂലമാണ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് CPM വിട്ടുനിന്നതെന്ന് UDF മുനിസിപ്പൽ കമ്മിറ്റി ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സ്ഥിരസമിതിയിൽ ഒരംഗമുള്ള CPM മത്സരിച്ചിരുന്നെങ്കിൽ രണ്ടംഗങ്ങളുള്ള UDF പിന്തുണയ്ക്കുമായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റാൻ UDF തയ്യാറായിരുന്നുവെന്ന് നേതാക്കൾ വ്യക്തമാക്കി. 3 അംഗങ്ങളുള്ള BJPക്കും UDFിൻ്റെ 2 അംഗങ്ങളുടെ കൂടി പിന്തുണയോടെ CPMനും 3 വോട്ടുകൾ വീതം ലഭിക്കുമായിരുന്നു. ടോസിൻ്റെ ഭാഗ്യം കൂടി അനുകൂലമായാൽ BJPയെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള അവസരം CPM ഉപയോഗിച്ചില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു. നഗരസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഇരു പാർട്ടികളും ധാരണയിലായിരുന്നുവെന്നും ഇത് അണികളോടുള്ള വഞ്ചനയാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നേ ആരോപിച്ചിരുന്നു. ഒറ്റപ്പാലത്ത് CPMും BJPയും ധാരണയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത്. അതിൻ്റെ ആ സത്യാവസ്ഥ കൃത്യമായി പുറത്തു വരുന്ന രീതിയിലാണ് ഇന്ന് നടന്നിട്ടുള്ള വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പകൽ പോലെ വെളിച്ചമായിട്ടുള്ള ആ രഹസ്യം പരസ്യമായി കൊണ്ടിരിക്കുക. ഒറ്റപ്പാലം നഗരസഭയിലെ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ആളുണ്ടായിട്ടും മത്സരിക്കാതെ മാറി നിൽക്കുകയും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് BJPയുടെ അംഗത്തിന് വിജയിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. BJPക്ക് വിജയിക്കാൻ കഴിയാതെ വരുമോ എന്ന ആശങ്ക ഉള്ളതുകൊണ്ട് CPM വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക. CPM മത്സരിച്ചാൽ CPMന് UDF അംഗങ്ങൾ വോട്ട് ചെയ്യോ എന്ന ആശങ്ക പോലും അവർക്കുണ്ട്. അങ്ങനെ BJP പരാജയപ്പെട്ടാൽ ഞങ്ങൾ തമ്മിൽ BJPയും CPM തമ്മിലുണ്ടാക്കിയ അന്തർധാരയ്ക്ക് വിരുദ്ധമാകും എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ തവണ UDFിന് 2 ചെയർപേഴ്സൺമാരുണ്ടായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2 ചെയർപേഴ്സൺമാരുണ്ട്. ഒന്ന് ആരോഗ്യവും പിന്നെ ഒന്ന് വിദ്യാഭ്യാസം. ഇത് രണ്ടും എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ അന്ന് BJPയോട് എതിർത്ത് നിൽക്കാൻ ഞങ്ങൾ സംസാരിച്ചെങ്കിൽ ഇത്തവണ ഇവിടെ നേരത്തെ ജയൻ സൂചിപ്പിച്ചതുപോലെ വാർഡ് വിഭജനം മുതൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി സീനിയറായ ഒരാളെ പിൻവലിച്ചുകൊണ്ട് ചുമരെഴുതിയ സ്ഥാനാർത്ഥിയെ മാറ്റി ഇത്തരത്തിൽ ധാരാളം വാർഡുകളിൽ ക്രോസ് വോട്ട് ചെയ്തുകൊണ്ടാണ് അധികാരത്തിൽ CPM വന്നിട്ടുള്ളത്. അതിനുള്ള പ്രത്യുപകാരം BJP കൊടുത്തു, അത്രേ ഉള്ളൂ. UDF നേതാക്കളായ NK ജയരാജൻ, PMA ജലീൽ, മുഹമ്മദ് അലി നാലകത്ത്, M ഉമർ ഫാറൂഖ്, P മുഹമ്മദ് ഖാസിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. Ambalappara Physiotherapy and Rehabilitation Center at Kadambur now serves with high standard facilities, experienced doctors in physiotherapy and staying facility